ഹലോ, അങ്ങനെ കല്യാണത്തിന് പോകാനുള്ള തന്ത്രപ്പാടിലോടുവാണ് എല്ലാവരും. എന്നെക്കാളും മുമ്പേ പോയി. പൊടിമോളെയും മോനെയൊക്കെ ഒരുക്കി. മോൻ വന്നില്ല. മോനെ വൈകുന്നേരം റിസപ്ഷനുണ്ട്, അന്നേരം കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ വന്നാലും അവൻ സദ്യയും കാര്യങ്ങളും ഒന്നും കഴിക്കില്ല. പിന്നെ ചൂടുമൊക്കെ ആയാൽ കുറച്ച് അവനൊരു എന്താ പറയുക, അവൻ്റെ മൂഡ് ചേഞ്ചാവും. അതുകൊണ്ട് പിന്നെ ഞാൻ കല്യാണത്തിലേക്ക് കൂട്ടിയില്ല. അതുപോലെ ഏട്ടൻ്റെ മോളുണ്ടായിരുന്നു, ശ്രീനന്ദ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അവളും അവനും കൂടെ വീട്ടിലിരുന്നു. ഞങ്ങൾ എല്ലാവരും, ബാക്കിയുള്ള ഫാമിലീസ് എല്ലാവരും ഞങ്ങൾ കല്യാണത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 മിനിറ്റേ ഉള്ളൂ നമ്മുടെ വീടും ഇവരുടെ വീടും തമ്മിൽ. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേനും അവർ ഇറങ്ങണം അത്രയായിരുന്നു. ദക്ഷിണ കൊടുക്കുക, ഇവിടെ അരി ഇരിക്കുക എന്ന് പറയും, തലയിൽ അരിയിട്ട്. എനിക്കതൊന്നും കാണിക്കാൻ പറ്റിയില്ല, ഉള്ളിലേക്ക് കയറാനായിട്ട് പൊടിമോള് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും ഇറങ്ങലായി. യോ 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 മറ്റേ ആളോട് പോയി. എല്ലാവരും വണ്ടിയിലേക്ക് കയറുന്ന തിരക്കുകളൊക്കെ ആയിരുന്നു. ഞങ്ങളും അത് കാരണം വേഗം വണ്ടിയിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. മോളുടെ ആ മൂടൊന്ന് മാറുന്നതിന് മുമ്പ് തന്നെ വണ്ടിയിൽ കയറിയിരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ കല്യാണത്തിൻ്റെ അടുത്തേക്ക്, മണ്ഡപത്തിൻ്റെ അടുത്തേക്ക്. ഞങ്ങളങ്ങനെ മണ്ഡപത്തിലെത്തി. നല്ല തിരക്കായിരുന്നു അവിടെ. നമ്മൾ മുഹൂർത്തത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് ഹാളിലെത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പൊടിമോള് വഴക്കുണ്ടാക്കും, ഭയങ്കര ചൂടുമൊക്കെ അല്ലായിരുന്നോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇത്രയും ആളെയൊക്കെ ആദ്യമായിട്ട് അവൾ കാണുന്നത്. അതൊക്കെ എൻജോയ് ചെയ്ത്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ എൻജോയ് ചെയ്ത്, പിന്നെ അവിടെ മ്യൂസിക് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എൻജോയ് ചെയ്ത് അവളിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. മോനും മോളും ഏട്ടൻ്റെ മോളും വീട്ടിലുണ്ട്. അവർക്ക് രണ്ടാൾക്കുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. എങ്കിലും ഒരു ടെൻഷനാണ്. അവനെ വീട്ടിലാക്കിയിട്ട് പോരുമ്പോഴത്തേക്കിനും വീട്ടിലെത്തുന്നിടം വരെ നമുക്കൊരു ടെൻഷൻ തന്നെയാണ്. പൊടിമോള് നല്ല ഹാപ്പി ആയിരുന്നു. അത് തന്നെയാണ് എനിക്ക് ആകെ ഉണ്ടായിരുന്നൊരു സമാധാനം. ഇവിടെ ചെറിയ മരുമോടെ മോളുമായിട്ട് കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ അവൾ ഹാപ്പി ആയിട്ട് പോയി. ഇടയ്ക്കൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫാനൊന്ന് അവരൊന്ന് ഓഫാക്കിയപ്പം ചെറിയ രീതിയിലൊരു വഴക്കുണ്ടാക്കാൻ നോക്കിയെങ്കിലും കുഴപ്പമില്ല, അയാൾ ഹാപ്പി ആയിട്ടിരുന്ന്. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ കണ്ണൂർ ഭാഗത്തെ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിയും. നമ്മുടെ കോട്ടയത്തൊക്കെ ആണെങ്കിലാണ് കുറേ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും അവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് മുതിർന്നവരെല്ലാം ചിലരും ഫോട്ടോ എടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ ഇതിനാണ് ഇവിടെ ടൈം കൂടുതലാവുന്നത്. അപ്പോൾ വൈകുന്നേരം റിസപ്ഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞല്ലോ, മോനും വന്നിട്ടില്ലാത്തതുകൊണ്ട് വേഗം തിരിച്ച് വീട്ടിലെത്തണമെന്നുള്ള ഒരു ഇതിൽ ഞങ്ങൾ വേഗം കെട്ട് കഴിഞ്ഞപാട് ഏട്ടത്തിയും പിള്ളേരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. ഞാനും പൊടിമോളും കൂടെ അവിടെ നിന്ന് പൊടിമോൾക്കുള്ള ഫുഡൊക്കെ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് അതെല്ലാം ഞാൻ കൊടുത്തു. അങ്ങനെ വേഗം തന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. നമ്മുടെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഒന്നാമതേ അടുത്ത് പോയിട്ട് നമുക്ക് എടുക്കാനായിട്ട് എനിക്ക് മോള് കയ്യിലുണ്ടായിരുന്നുകൊണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അവർ ആ ലൈറ്റ് അറേഞ്ച് ചെയ്തിരുന്നതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടും കൂടെയാണ് നമുക്ക് കുറച്ച് ഡാർക്കായിട്ട് ഫീൽ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് സദ്യയിലേക്ക് പോകാം. ഇതായിരുന്നു സദ്യ. നമ്മളെ കോട്ടയത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ കറികളുടെ എണ്ണം കുറവാണ്, എങ്കിലും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ പായസവും ഇവിടെ അധികവും പാൽപ്പായസമാണ് ഉണ്ടാവില്ല കേട്ടോ. നമുക്കവിടെ പ്രഥമനായിരിക്കും മെയിനായിട്ട് ഉണ്ടാവില്ല. ഇവിടെ പാൽപ്പായസം പ്രഥമനും ഉണ്ടാവലുണ്ട്, എങ്കിലും കൂടുതലും പാൽപ്പായസമായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം വൈകുന്നേരം റിസപ്ഷനിലേക്ക് പോവുകയാണ്. എല്ലാവരും ഉണ്ട്. ഇരുട്ടായി. മോളെയെല്ലാം ഒരുക്കിയിട്ട് വരേണ്ട ആ ഒരു ഇതുകൊണ്ട് കുറച്ച് ലേറ്റായി. മോന് നല്ല മൂഡിലായിരുന്നു, കുഴപ്പമില്ല. അവിടെ ഗാനമേളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ കേട്ട് ആസ്വദിച്ച് ഇരുന്നു.
പൊടിമോളും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. നമ്മൾ അമ്മയുടെ ഫാമിലീസ് എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. മോനെ പിന്നെ വേഗം ഞാൻ ഫുഡ് കൊടുത്തു മോന്. അപ്പോൾ ഫുഡൊക്കെ കിട്ടി ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടെയൊക്കെ ഹാപ്പി ആയിട്ട് ഇരുന്ന് കുറച്ചുകൂടെ സമയമൊക്കെ ഇരുന്നോളൂണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം കൊടുത്തിരുന്നു. ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചു. കുറച്ച് സമയം 2 പേരും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് കുറച്ച് സമയം കൂടെ ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് കുറച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരു നല്ലൊരു ടൈം നമ്മളവിടെ നിന്നിരുന്നു എന്നാണ് തോന്നുന്നത്. ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം എല്ലാവരും ഹാപ്പി ആയിരുന്നു. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലാസ്റ്റ് അശ്വിൻ്റെ കല്യാണ ചിക്കൻ്റെ പേര് അശ്വിൻ എന്നാണ്. അശ്വിൻ്റെ ഫ്രണ്ട്സും ഒരു പൊട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു അടിപൊളിയൊരു കല്യാണം ആയിരുന്നു. അപ്പോൾ 2 ദിവസവും അങ്ങനെ ഫുൾ എൻഗേജ്ഡ് ആയിരുന്നു നമ്മളെല്ലാവരും.